ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കോഫി കേക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു കോഫി കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് ടോട്ടൽ 1.5 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ. അതിലേക്ക് 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡർ ജിന്താലിൻ്റെ കൊക്കോ പൗഡറാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 5 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 1.5 കിലോ ആണല്ലോ വെയിറ്റ് വരുന്നത്. അപ്പോൾ 5 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വൈറ്റ് കളറാണ് അവർ ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 1/4 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷുഗറൊക്കെ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ ഒരു 3/4 കപ്പോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യരുത്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതാട്ടോ അത്ര സ്പീഡിലായിട്ട് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ ഒരു 2 ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ 2 ബേക്കിംഗ് ടിന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ മൈദ ഇങ്ങനെ തൂവി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടില്ല, ഫുള്ള് മൈദ തൂവിയതാണ്. അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയും ചെയ്യാം, ഇതുപോലെയും ചെയ്യാം. 2 മെത്തേഡിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനൊന്ന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 45 മിനിറ്റാണ് ബേക്കിംഗ് ടൈം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിനെ നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 40 മിനിറ്റ് ടൈം ആയപ്പോൾ തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ചൂടാറിയതിൻ്റെ ശേഷം വേണം നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. 1 kg കേക്ക് ആണെങ്കിൽ പോലും ഇതുപോലെ 2 പാത്രത്തിലായിട്ട് ബേക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ലെയേഴ്സ് കിട്ടും കേട്ടോ, കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ഹൈറ്റുള്ള കേക്കായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ക്രീം മിൽക്കാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കണം, ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. കാരണം ഈ ഒരു കോഫിൻ്റെ ഫ്ലേവർ മുന്നിലേക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഷുഗറും കൂടി ആഡ് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഷുഗർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു എന്താ പറയുക, കോഫി പൗഡർ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആവണവരെ ആ ഒരു ലൈറ്റ് കളറായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട സിറപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സിറപ്പിൽ ഞാൻ കോഫി പൗഡറും അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല കോഫിൻ്റെ ആ ഒരു ഫ്ലേവർ വരണം കേട്ടോ. നന്നായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫിൻ്റെ ഫ്ലേവർ വരണം. അപ്പോൾ നമുക്ക് ഫ്ലേവർ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക, അതുപോലെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഷുഗർ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിൻ്റെ ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഒരു നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആയിരിക്കും. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ, ഈ ഒരു ചോക്കോ ചിപ്സ് ഒക്കെ കഴിക്കുന്ന ടൈമിൽ. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. വീണ്ടും സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു കോഫീൻ്റെ ക്രീം വെച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. പിന്നെ അതിൻ്റെ ശേഷം വീണ്ടും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു കേക്കിന് ടോട്ടൽ വന്നിട്ടുള്ള ലെയേഴ്സ് എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് ഞാനിവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ടോട്ടൽ വന്നിട്ടുള്ളത് 7 ലെയേഴ്സാണ് കേട്ടോ ഈ ഒരു കേക്കിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് കൂൾ ചെയ്തതിൻ്റെ ശേഷം വേണം ഫൈനൽ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ കേക്ക് കൂളായതിൻ്റെ ശേഷമാണ് ഞാനിതിനെ ഫൈനൽ കോട്ടിങ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് തന്നെ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീം വെച്ചിട്ട് തന്നെ ഞാനിതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് ഷാർപ്പ് എഡ്ജാക്കി എടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഗണേശാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഗണേശ് നമുക്ക് ഡ്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഓരോ ലൈൻസൊക്കെ ആയിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യില്ല, ആ ഒരു ഡിസൈനൊക്കെ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. ഇഷ്ടമുള്ള ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിന് ഇപ്പോൾ ഒരു ഡ്രിപ്പാക്കിയിട്ടാണ് കൊടുക്കുന്നത്. നോർമലായിട്ട് ഞാൻ കോഫി കേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഡ്രിപ്പ് കൊടുക്കാറാണ് ഉള്ളത്. അപ്പോൾ ഇതിന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രിപ്പ് കൊടുക്കുന്നത്. കൂടുതലായിട്ടും ഡ്രിപ്പായിട്ട് വരുന്ന രീതിയിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഡ്രിപ്പ് ഒഴിച്ചിട്ട് ഗണേശ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രിപ്പ് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഈ ചോക്ലേറ്റ് ആവാത്ത ഭാഗത്തായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഡ്രിപ്പ് കൊടുക്കുകയാണ്. ഇത് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഗണേശ ആക്കിയിട്ട് ഇതുപോലെ തന്നെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ചുറ്റിലും ഇതുപോലെ ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഓരോ ഡെക്കറേഷൻസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടും രണ്ട് ഡെക്കറേഷനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ചുറ്റിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റാണ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഇതെല്ലാം നമ്മൾ നോർമലായിട്ടുള്ള ചോക്ലേറ്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റും അതുപോലെ പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിൽ ഇട്ടിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻസും കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് കുറച്ച് എന്താ പറയുക മാനുവൽ എയർ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഗോൾഡൻ കളറ്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി കേക്കാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കോഫി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ കേക്കിന് ഓർഡർ വരുന്ന സമയത്ത് ഇതുപോലെ കോഫി ഫ്ലേവറിലൊക്കെ ഒരു കേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. റെസിപ്പി ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്